സൗഖ്യം. ആരോഗ്യം നമ്മളിലൂടെ. ഇന്ന് സൗഖ്യം പരിപാടിയിൽ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സമാഹരിച്ച ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല MG റോഡ് എറണാകുളം ബ്രാഞ്ച് മാനേജറും ചീഫ് മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ TMU വാര്യർ. ഈ അധ്യായത്തിൻ്റെ 2ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. എൻ്റെ പേര് ലിസി, ഫോർട്ട് കൊച്ചി ആണ് സ്ഥലം. ഹലോ ഡോക്ടർ, ഒരു സംശയമുണ്ട് പ്രമേഹത്തെക്കുറിച്ച്. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഏതെല്ലാം അവയവങ്ങൾക്കാണ് കേടുപാടുകളൊക്കെ സംഭവിക്കുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? നല്ലൊരു ചോദ്യമാണ്. പ്രമേഹം സാധാരണ നിലയ്ക്ക് തുടക്കം മുതൽ തന്നെ കൺട്രോൾഡ് ആണെങ്കിൽ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെയൊന്നും കാര്യമായി ബാധിക്കുന്നില്ല. എന്നാൽ കൺട്രോൾ അല്ലാതെ കണ്ടു പോവുക, തെറ്റായ ജീവിത രീതി, ആഹാര രീതി, മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കാതിരിക്കുക, ഇതുകൊണ്ട് പ്രമേഹം കൂടിയും കുറഞ്ഞൊക്കെ വരുന്ന അവസ്ഥ വരുമ്പോൾ ശരീരത്തിലെ കണ്ണ്, കിഡ്നി, ഞരമ്പുകൾ ഇതിനെയാണ് ആദ്യം ബാധിക്കുക. അത് കഴിഞ്ഞാൽ മറ്റ് ശരീരത്തിലെ ഓരോ അവയവത്തിനെയും നമ്മൾ ചർമ്മം, അസ്ഥി, പിന്നെ രക്തോട്ടം, പിന്നെ കുടലിൻ്റെ ദഹനശക്തി, കുടലിൻ്റെ ചലനം മുതലായ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ പ്രമേഹം ബാധിച്ച് നമ്മളെ അങ്ങ് നശിപ്പിച്ച് കളയും. അത് വളരെയധികം ശ്രദ്ധിക്കണം, ആ ഒരു അവസ്ഥയിൽ എത്തരുത്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ ഇതൊരു മാറാവ്യാധിയായി, മഹാരോഗമായിട്ട് കണക്കാക്കുന്നത്. കാരണം നമ്മുടെ രോഗി കടന്നു പോവുകയുള്ളൂ. നമ്മൾ എത്ര ഗുളിക കഴിച്ചിട്ടും മരുന്ന് കഴിച്ചാലും കഷായം കഴിച്ചാലും ഇഞ്ചക്ഷൻ കഴിച്ചാലും ഇതിൽ നിന്ന് 100% സാധാരണ നിലയ്ക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ ശരീര അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു വലിയ രോഗമാണ് പ്രമേഹം. ഹലോ സാർ, എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് എന്നാണ്, കാലിക്കറ്റ് നിന്നാണ്. സാർ, ഈ ഡയബറ്റീസിൽ ആയുർവേദത്തിൽ എന്ത് ചികിത്സ ആണുള്ളത്? പ്രമേഹ രോഗത്തിന് ആയുർവേദത്തിൽ ചികിത്സകൾ ധാരാളമുണ്ട്. അത് ഓരോ രോഗിക്കനുസരിച്ചും രോഗാവസ്ഥയ്ക്കും അനുസരിച്ച് നിരവധി മരുന്നുകളുണ്ട്. കഷായം, ഗുളിക, പൊടി, നെയ്യ് വരെ ഉണ്ട് ഞങ്ങൾക്ക് ആയുർവേദത്തിൽ. കഥകധരാദി കഷായം, നിശാ കഥകാദി കഷായം, അമൃതമേഹാരി ചൂർണം, നുര്യൂര്യാദി ഗുളിക, യശദഭസ്മം, പിന്നെ ധന്വന്തര ഘൃതം, ഇതൊക്കെ ഉണ്ട്. കൂടാതെ കണ്ട് അയസ്കൃതി, ലോധ്രാസവം, ദേവദാർവ്യാരിഷ്ടം തുടങ്ങിയ അരിഷ്ടങ്ങൾ, ഷുഗർ കൂട്ടാത്ത അരിഷ്ടങ്ങളാണ്. അങ്ങനെയുള്ള മരുന്നുകൾ ഒക്കെ ധാരാളം ആയുർവേദത്തിൽ ഉണ്ട്. പക്ഷേ ഇത് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഓരോ രോഗിയെയും മനസ്സിലാക്കി കണ്ട് ബ്ലഡ് ഷുഗർ റിപ്പോർട്ടൊക്കെ നോക്കി നമ്മൾ നിർദ്ദേശിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ മരുന്നും പറ്റില്ല. ഡോക്ടർ, എൻ്റെ പേര് മുഹമ്മദ് നാംസദ്, ഞാൻ കണ്ണൂരിൽ നിന്നായിരുന്നു. എൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഷുഗർ ഉള്ളവർ ഇൻസുലിൻ എടുക്കാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരുമോ? ഈ ഷുഗർ വളരെയധികം കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഡോക്ടേഴ്സ് പലപ്പോഴും ഇൻസുലിൻ നിർദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ ചിട്ടയായ ജീവിതശൈലി കൊണ്ടും ആഹാരശൈലി കൊണ്ടും മരുന്നിൻ്റെ കൃത്യമായ ഉപയോഗം കൊണ്ടും അത് സ്വാഭാവികമായി കുറഞ്ഞു വരികയാണെങ്കിൽ ഒരുപാട് രോഗികൾക്ക് ഇൻസുലിൻ നിർത്തി ടാബ്ലറ്റുകൾ കൊടുക്കുന്ന അവസ്ഥ ധാരാളം കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, ടാബ്ലറ്റ് കൊണ്ട് നിയന്ത്രണം വരുന്നില്ല എങ്കിൽ അവർ വീണ്ടും ഇൻസുലിനിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ആണ് ഉള്ളത്. അത് അങ്ങയുടെ ഈ ബ്ലഡ് ഷുഗർ വാല്യൂവിനെ ആശ്രയിച്ച് ഇരിക്കും. പിന്നെ മറ്റ് എന്തെങ്കിലും ഗൗരവതരമായിരിക്കുന്ന അസുഖങ്ങളുള്ള വ്യക്തികൾ ആണെങ്കിൽ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ടാബ്ലറ്റ് എടുത്തിട്ട് കാര്യമില്ല, ഇൻസുലിൻ തന്നെ എടുക്കുന്നതാണ് ഉചിതം എന്ന് പറയും.
ഡോക്ടർ. എൻ്റെ പേര് സോണിയ. ഞാൻ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഉറക്കക്കുറവ് ഡയബറ്റിക്സിനെ ബാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് വിശ്രമം. വിശ്രമം കുറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ബാധിക്കപ്പെടുന്നുണ്ട്. അതിലൊന്ന് ഒരു കാര്യമാണ് പ്രമേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. കൃത്യമായിട്ട് നമ്മൾ ഓരോ വ്യക്തികളും ഒരു അഡൾട്ട്, അതായത് പ്രായം ആയിട്ടുള്ള ആൾക്കാർ ഒരു 6, 7, 8 മണിക്കൂർ വരെ കൃത്യമായി ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഉറക്കത്തിൻ്റെ സമയം കുറഞ്ഞു വരാറുണ്ട്. എന്നിരുന്നാലും പല സമയത്തായിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും എല്ലാവരും ഉറങ്ങിയിരിക്കണം. ഇത് കുറയുമ്പോഴാണ് പ്രശ്നമാവുന്നത്. കാരണം ഉറക്കം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ വളരെയധികം റെസ്റ്റാണ്, വിശ്രമമാണ്. ആ അവയവത്തിനൊരു വിശ്രമം കൊടുത്തിട്ടില്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് കുഴപ്പമാക്കി തീർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രമേഹം കൂടാനും കുറയാനുമുള്ള ഒരു സാഹചര്യം. ഇന്നത്തെ ആധുനിക ജീവിത ശൈലിയിൽ ഒരു വീട്ടിലും നമ്മൾ പോയി നോക്കിയാൽ രാത്രി 12 മണി 1 മണിയൊക്കെ ആവും എല്ലാവരും കിടക്കാൻ. ആ വീട്ടിലത്തെ കുട്ടികൾ വരെ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ രാത്രി 12-1 മണി വരെയാണ് ഉണർന്നിരിക്കുന്നത്. കുട്ടികൾക്ക് എവിടെയാണ് 7-8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ഉറക്കം? അവർക്ക് രാവിലെ 6-6:30 ആകുമ്പോൾ അവരെ കുത്തിപ്പൊക്കി അവരെ പറഞ്ഞേക്കണ്ടേ? ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഭാവിയിൽ പല രോഗങ്ങളിലൊന്നാണ് പ്രമേഹം വരാതിരിക്കുക എന്ന് പറയാൻ പറ്റുക? അപ്പോൾ കൃത്യമായി ഉറങ്ങിയിരിക്കണം. വിശ്രമം ആവശ്യമാണ്. അമിതമായ ഉറക്കവും പാടില്ല. അമിതമായ ഉറക്കം കൊണ്ട് തന്നെ ശരീരം മന്ദഭാവം ഭവിച്ച് ശരീരത്തിൻ്റെ ദഹനത്തിനൊക്കെ ബാധിക്കുകയും ചെയ്യും. അമിതമായിട്ട് പകൽ ഉറങ്ങരുത്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കം, അതൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിൽ കൂടുതൽ ആവരുത്. അങ്ങനെ കൂടുമ്പോഴാണ് ശരീരത്തിനൊരു മന്ദത വരിക. അല്ല, എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് നമ്മൾ രാത്രി തീരെ ഉറങ്ങാത്തൊരവസ്ഥയാണെങ്കിൽ പകൽ ഉറങ്ങാം. ഇപ്പോൾ രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനിയിലും IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ പറയാറ്, നിങ്ങൾ രാവിലെ ഉറങ്ങിക്കോളൂ, ഭക്ഷണമൊന്നും കഴിക്കാതെ കണ്ട്. ആയുർവേദം പറയണതാ, നിങ്ങൾ ഭക്ഷണം കഴിച്ച് രാവിലെ ഉറങ്ങരുത്. ഭക്ഷണം കഴിക്കാതെ കണ്ട് രാത്രി ഉറങ്ങുന്നതിൻ്റെ ഏകദേശം പകുതിയെങ്കിലും നിങ്ങൾ രാവിലെ ഉറങ്ങിയാൽ നിങ്ങളുടെ തലച്ചോറിന് വിശ്രമവും കിട്ടുകയും ചെയ്യും, ശരീരത്തിൻ്റെ ക്ഷീണവും മാറും. അപ്പോൾ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ, എൻ്റെ പേര് സുധീഷ്, തിരുവല്ലയിൽ നിന്ന് വരുന്നു. കൊച്ചു കുട്ടികളിലൊക്കെ ഈ ഡയബറ്റീസ് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ആ കൊച്ചു പ്രായത്തിൽ തന്നെ വരാൻ കാരണം? കുട്ടികൾക്ക് ജന്മനാ തന്നെ ആ കുട്ടികളുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് എന്ന അവയവത്തിൻ്റെ കേടാണ്, ദോഷമാണ്. അവർക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ കണ്ട് പ്രമേഹ രോഗം വരുന്നത്. പിന്നെ പറയുന്നത് വേറെ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ചിലത് കഠിനമായ വൈറസ് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ അവർക്കും പ്രമേഹം വരാം എന്നാണ് പറയണത്. അത്തരം കുട്ടികൾക്ക് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. എൻ്റെ പേര് സുഹേൽ ഷാജി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു ഡൗട്ടെന്ന് വെച്ചാൽ, ഡയബറ്റീസ് ഉള്ളവർക്ക് ഡെയിലി റൊട്ടീൻ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഒരു ഡയറ്റ് കാര്യങ്ങളൊക്കെ. പ്രമേഹ രോഗികളുടെ ആഹാരം വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളൊരു പ്രവൃത്തി ദിവസവും ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ ഒരു 6 മണി 7 മണിക്ക് എഴുന്നേറ്റ് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ മധുരമില്ലാതെ കണ്ട് കുടിക്കാം. പിന്നെ ഒരു 8-8:30 ആകുമ്പം നിങ്ങൾ സാധാരണ നിലയ്ക്കുള്ള പ്രഭാത ഭക്ഷണം, അരി ഉഴുന്നും ചേർക്കാതെ കണ്ടുള്ള ആഹാരം, അതായത് റാഗി, മില്ലറ്റ്, ചെറുധാന്യങ്ങൾ ഇതുകൊണ്ടുണ്ടാക്കിയിരുന്ന പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി, ദോശ മുതലായത് കഴിക്കാം. കഠിനമായ ശാരീരിക അധ്വാനം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരു 10 മണി 10:30 എന്തെങ്കിലും ഒരു ചായയും ഒരു സ്നാക്സും കഴിക്കണം, നല്ലതാണ്. മധുരമല്ലാത്ത സ്നാക്സ്. ഉച്ചയ്ക്ക് ഒരു 12:30-1 മണിക്ക് സാധാരണ നിലയ്ക്കുള്ള ഊണ് കഴിക്കാം. ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കൂടുതൽ പച്ചക്കറികളും പ്രോട്ടീൻ കടന്നിരിക്കുന്ന പയറുകളൊക്കെ ധാരാളം കഴിക്കാം. അതിൻ്റെ കൂടെ തൈരും മോരൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. ഇത് കഴിഞ്ഞ് വൈകുന്നേരം 5:30-6 മണിക്ക് ഇതുപോലെ ഈ ചായയും അതിൻ്റെ കൂടെ ബ്രെഡ്, അതായത് ഗോതമ്പ് ബ്രെഡ് അല്ലെങ്കിൽ മൾട്ടി സെരിയൽ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. പല ധാന്യങ്ങളെ കൂടി ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ബ്രെഡ് വൈകുന്നേരങ്ങളിൽ കഴിക്കാം.
അത് സാൻഡ്വിച്ചാക്കി കഴിച്ചാൽ കുറേം കൂടി നല്ലതാണെന്നാണ് എൻ്റെ ഒരു പ്രായോഗിക അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. രാത്രി കഴിയുന്നതും ഗോതമ്പത്തിൻ്റെ ദോശ, ഉപ്മാവ്, ചപ്പാത്തി ഇതായിരിക്കും ഒരാഹാരത്തിൻ്റെ ഒരു റൊട്ടീൻ പറയാനുള്ളത്. പ്രിയ ശ്രോതാക്കളെ, പ്രമേഹം എന്ന രോഗത്തെക്കുറിച്ചിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ എല്ലാവരും ചോദിച്ചു. അതൊക്കെ ശരി തന്നെയാണ്. ഇന്നത്തെ കേരളത്തിലെ ജീവിത സാഹചര്യത്തിൽ പ്രമേഹം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇത് എന്തുകൊണ്ട് എന്ന് പ്രിയ ശ്രോതാക്കളെല്ലാം വളരെ ഗൗരവമായിട്ട് ഓരോരുത്തരും ചിന്തിക്കണം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് 1985-86 കാലഘട്ടത്തിൽ കോളേജ് OPയിൽ പ്രമേഹ രോഗികൾ 50 വയസ്സ് 60 വയസ്സിന് മേലെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കോട്ടക്കലിൻ്റെ ക്ലിനിക്കിൽ 15, 18, 20, 25 വയസ്സായ പ്രമേഹ രോഗികൾ, ചെറുപ്പക്കാർ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട്? വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്. അതിനൊന്ന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തെറ്റായ ആഹാര രീതി തന്നെയാണ്. പണ്ടത്തെ പോലെ നമ്മൾ ഉള്ള ഒരു ആഹാര രീതിയല്ല ആധുനികമായ ആഹാര രീതി. ദഹിക്കാൻ കൂടുതൽ പ്രയാസമുള്ളത്, കലോറി കൂടിയിരിക്കുന്ന മൈദ ചേർന്നിരിക്കുന്ന ആഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ബേക്കറി ആയിട്ടുള്ള ഐറ്റംസ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഐറ്റംസ്, ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നിത്യഭക്ഷണമായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് പണ്ടത്തെ ആഹാര രീതി വേണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൊക്കെ ഒരു നിയന്ത്രണം പാലിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വേറൊരു വലിയ പ്രശ്നം ഇന്നത്തെ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃത്യസമയത്ത് കൃത്യമായ അളവിൽ പലരും ഭക്ഷണം കഴിക്കില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9:30-10 മണിക്കുള്ളിൽ കഴിക്കുന്നതിന് പകരം ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. അത് ഹെവി ആയിരിക്കും. അത് കഴിച്ചിട്ട് നമ്മൾ ശാരീരികമായിട്ട് അധ്വാനമില്ലാതെ കണ്ട് ഇരിപ്പോടിരിപ്പ്. ഇതുമല്ല, വേറൊരു ഗ്രൂപ്പ് എന്താ വെച്ചാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി 1 ഗ്ലാസ് പാല് കുടിക്കും. ഉച്ചയ്ക്ക് എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കും. അവർ പറയണത് ഉച്ചയ്ക്ക് ഹെവി ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരുന്നതാണ്, അല്ലെങ്കിൽ ക്ഷീണം വരും, പ്രവൃത്തിയൊന്നും ശരിക്കും നടക്കില്ല എന്നാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ലഘുവായിട്ട് ഫ്രൂട്ട്സോ സാലഡ്സോ അല്ലെങ്കിൽ ഒരു ദോശയോ മറ്റോ കഴിക്കും. രാത്രി വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും. ഈ ഹെവി ഭക്ഷണം 12-1 മണിക്കൊക്കെ ആവും കഴിച്ച് നേരെ വീട്ടിൽ വന്ന് ഒരു കടപ്പ, ഒറ്റ ഉറക്കം. ഇത്രയും ഹെവി ആയിട്ടുള്ള ഭക്ഷണം രാത്രി ആ സമയത്ത് കഴിച്ചാൽ ശരീരത്തിന് അത് ദഹിപ്പിക്കാനുള്ള കഴിവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഇതെല്ലാം കൂടാതെ കണ്ട് നമ്മൾ കൃത്യമായി വെള്ളം കുടിച്ചിരിക്കണം. കുടിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ആയിരിക്കണം. ഒരു വ്യക്തി നമ്മളെ കേരളത്തിലെ അന്തരീക്ഷത്തിൽ ദിവസവും 2.5-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. സ്ത്രീകളെ കാര്യം പറയുകയാണെങ്കിൽ അവർ പലപ്പോഴും വെള്ളം കുടിക്കുന്നില്ല കൃത്യമായിട്ട്. മേ ബി അവരുടെ ജോലി സ്വഭാവം, ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതുകൊണ്ടൊക്കെ ശരീരത്തിൽ വെള്ളം ചെല്ലാത്തത് കൊണ്ട് ദഹനപചന കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ഉറക്കമില്ലായ്മ, വിശ്രമമില്ലായ്മ, പിന്നെ വ്യായാമത്തിൻ്റെ കുറവ്. അയ്യോ, അത് ഭയങ്കരമാണ്. നമ്മളുടെ കയ്യിൽ 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ ഒരു 30 മിനിറ്റ്, അരമണിക്കൂറെങ്കിലും നമ്മളെ ശരീരത്തിന് വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാൻ, ഒരു വ്യായാമം ചെയ്യാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് സമയമില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അവർ കുട്ടിക്കാലത്ത് വ്യായാമം ചെയ്തെങ്കിലും ഭാവിയിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ചേഞ്ചസ്, ദഹന സംബന്ധമായ അസുഖങ്ങൾ, ശരീരത്തിൻ്റെ തൂക്കം കൂടുതൽ, അതായത് ഒബീസിറ്റി, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് ഒരു പരിമിതി വരെ ഞങ്ങൾ വ്യക്തികളെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന ആധുനിക നാമത്തിൽ അറിയപ്പെടുന്ന സാധനങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾക്ക് മരുന്നല്ല ആവശ്യം. നമുക്ക് ജീവിതശൈലി മാറ്റുക, ആഹാരശൈലി മാറ്റുക, വ്യായാമം ചെയ്യുക, കൃത്യമായ വിശ്രമം ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ട് മാത്രമേ പ്രമേഹം മുതലായിരിക്കുന്ന രോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. WHO ഒക്കെ പറയണത് വളരെ വ്യക്തമാണ്.
നിങ്ങൾ പ്രമേഹ രോഗം കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ പ്രമേഹവും അത് അനുബന്ധിച്ച രോഗങ്ങൾക്കും ചികിത്സിക്കാനേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും തികയില്ല. ശമ്പളം എത്ര കൂടിയാലും രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു പിടി ഗുളികകളോ കഷായങ്ങളോ പൊടികളോ ഒക്കെ കഴിക്കുന്ന ഒരു അവസ്ഥ ജീവിതകാലം മുഴുവൻ, അത് വേണോ? അല്ല നമുക്ക് ഔഷധമില്ലാത്ത ഒരു ജീവിതം വേണോ? ഔഷധമില്ലാത്ത ഒരു ജീവിതം, മിതമായ വ്യായാമം, ആഹാര രീതി നിയന്ത്രണം, ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കൽ, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാതെ കണ്ടും ആശുപത്രിയെ ആശ്രയിക്കാതെ കണ്ടും നമുക്ക് സുഖമായിട്ടുള്ള ഒരു ജീവിതം കൊണ്ടു നടക്കാൻ പറ്റും. പ്രായം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അത് വേറെ, അത് ഏജ് റിലേറ്റഡ് ജിറിയാട്രിക് പ്രോബ്ലംസ് കൊണ്ട് നമ്മൾ പറയുന്നു. 50 വയസ്സ് 60 വയസ്സായി കഴിഞ്ഞാൽ മുട്ട് തേയ്മാനം വരും, കഴുത്ത് തേയ്മാനം വരും. അതൊക്കെ നിങ്ങൾ എത്ര വ്യായാമം ചെയ്താലും കുറേശ്ശെ ഉണ്ടാവും. അതിനെ നമുക്ക് ചികിത്സിച്ച് ഒരു പരിധി വരെ നിയന്ത്രിക്കാം. പക്ഷേ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ഓർക്കുക, നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല, നിങ്ങളുടെ ജീവിതം കഷ്ടത്തിലാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് സൗഖ്യം പരിപാടിയിൽ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സമാഹരിച്ച ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല MG റോഡ് എറണാകുളം ചീഫ് മെഡിക്കൽ ഓഫീസറും ബ്രാഞ്ച് മാനേജറുമായ ഡോക്ടർ TMU വാര്യർ മറുപടി നൽകുകയായിരുന്നു. ഇതുവരെ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾ സമാഹരിച്ചത് ജ്യോതിക, സോനരാജ്, ആര്യ റാവു. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.